അപ്പൊ ജഡ്ജസ് ഇനി വരാൻ പോകുന്നത് നമ്മുടെ രവീന്ദ്ര സംഗീതം റൗണ്ട് ആണ്. ഒരു സൂപ്പർ സോങ്ങുമായിട്ട് നമ്മുടെ ഗൗതമി കുട്ടിയെത്താണ്. ലെറ്റ്സ് വെൽക്കം ഗൗതമി ഓൺ സ്റ്റേജ്. ഗൗതു യെസ്, നല്ല ഡ്രസ് കേട്ടോ. താങ്ക് യു സർ. ഏത് പാട്ടാ പാടുന്നേ? മൊഴിയഴകും മിഴിയഴകും. മ്യൂസിക് രവീന്ദ്ര മാസ്റ്റർ, ലിറിക്സ് കോന്നിയൂർ ബാസ് സർ, പാടിയത് യേശുദാസ് സാറും ചിത്രാമ്മയും. സിനിമ കളിപ്പാട്ടം 1993. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. All the best, Gautami. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Very good, very good. Thank you, sir. Very good, very Thank good. you, ma'am. अरे गौतम
യെസ്. നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ശബ്ദം, ഒരു Thank you, ഒരു sir. പ്രത്യേക ശബ്ദം, താങ്ക് യു സർ. വെരി അട്രാക്റ്റീവ് സൗണ്ട്. താങ്ക് യു. നന്നായിരുന്നു. പിന്നെ കുറച്ച് സ്ഥലങ്ങള്, അതായത് സ്വാഭാവികമായിട്ട് പാടുമ്പോൾ ഉണ്ടാകുന്ന ശകലം ആ ഹമ്മിങ് ഉണ്ടല്ലോ, ആ. ആ ഹമ്മിങ് കുറച്ചുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാം. അത്രേ ഉള്ളൂ, തെറ്റൊന്നുമില്ല, റിഫ്രഷ് ചെയ്യാം. ആ. പിന്നെ മനസ്സിനീണമായി എന്നുള്ളത് ആദ്യം പാടിയപ്പം കുറച്ചൊരു ഇതുണ്ടായിരുന്നു. അതെ. മനസ്സിനീണ അത് ആ. പിന്നൊക്കെ ശരിയായി. ഇതൊക്കെ തന്നെ എനിക്ക് തോന്നിയല്ല, വലിയൊരു സംഭവം തോന്നിയില്ല. പക്ഷെ ഇറ്റ് വാസ് നൈസ്. നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. നമ്മൾ പാടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒഴുക്കും ഫ്രീഡം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓക്കെ ഇതൊക്കെ സർ. തന്നെ ഉള്ളൂ. നന്നായിരിക്കുന്നു കേട്ടോ നമ്മളെ. താങ്ക് യു സർ. അരേ ഗൗതം ഒരേ മൊത്തങ്ങൾ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. പല ഭാഗങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇന്ന് പാടിയതില്. ആ. താരാട്ടിന്റെ ഒരു മനസ്സ് നീണമായി. അത് ലാസ്റ്റ് പല്ലവി വന്നപ്പോഴും അതൊന്ന് ക്ലാരിറ്റി വേണം തോന്നിയ സംഗീതത്തിന്, ആ സംഗതിക്ക് കേട്ടോ. അമ്മുക്കുട്ടിയുടെ ബേസ് നോട്ട് അത് പാടി. അമ്മക്കുട്ടി അമ്മക്കുട്ടി അമ്മ അമ്മ. അമ്മ. അതെ. അമ്മക്കുട്ടി അതെ. കുട്ടി. അതിന്റെ ബേസ് നോട്ടാ ഞാൻ പറഞ്ഞത്. ആദ്യം പാടിയപ്പോ അത്ര ക്ലാരിറ്റി ഉണ്ടായില്ല. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വോയിസ്, ഈ പറഞ്ഞ പോലെ നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു വോയിസ് ആണ് ഗൗതമിക്കുട്ടിക്ക് sir. കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഓക്കെ ഓൾ ദി സർ. ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൗതമിക്കുട്ടി. താങ്ക് യു മാം. പ്രത്യേകിച്ച് ഈ കളിപ്പാട്ടം സിനിമയിലെ കളിപ്പാട്ടമായി അത് ഭയങ്കര, എനിക്ക് ആ സിനിമയുടെ കഥയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അയ്യോ അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു സ്റ്റോറി, ഇങ്ങനെ ഒരു ആർക്കും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. കാരണം ആ ലാലേട്ടനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലാലേട്ടൻ ആ സിനിമയിലെ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഒരു സിറ്റുവേഷൻ, അതിൻ്റെ അകത്ത് ആ വരികളൊക്കെ കോന്നിയൂർ ഭാസ് മാഷ് അത്ര ഭംഗിയായിട്ട് എഴുതിയേക്കുന്ന അതെ. അമ്മക്കുട്ടി അമ്മുക്കുട്ടി നീ നിലവിൻ താളം, എനിക്ക് ആ ലൈനൊക്കെ ഭയങ്കര ഇഷ്ടമായി ഈ പാട്ടിന്റെ. പഴം നുറുക്കും പാലടയും ഇനിയും പങ്കിടാൻ പാടിയില്ലേ, അത് കഴിഞ്ഞ് പിന്നെ പാടി വന്നില്ലേ, ഈ അത് നല്ല രസമുണ്ട്. അതെങ്ങനെയായിരുന്നു? പഴം നുറുക്കും പാലടയും ഇനിയും പങ്കിടാം ഞാനിനിയും പങ്കിടാം. ആ പാടി വന്നപ്പോ കൊറേ കൂടെ അങ്ങോട്ട് ഫീല് കൊടുത്ത് പാടിയപ്പോൾ പാടിയത് വളരെ അത് നല്ല രസമുണ്ടായിരുന്നു. അത് ടേക്കില് കേട്ടോ, വേറെ ഒന്നുമില്ല, നല്ല സോങ്. താങ്ക് യു നല്ല ഇങ്ങനെ കേട്ടിരുന്നു ഗൗതമിയുടെ ശബ്ദത്തില്. എന്താണ് ഫിനാലയിലോട്ടുള്ള ഒരു സങ്കല്പം എന്താണ്? ട്രോഫി അല്ലാണ്ട് വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് ആരോ പറയണ കേട്ടു, ശരിയാണോ? ഇത് ഒരാളോട് രഹസ്യം പറഞ്ഞതാണ്, പക്ഷെ ഞാൻ തൊട്ടടുത്ത് ഇപ്പൊ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ചേച്ചി കേട്ടു. എന്റെ അടുത്തല്ലേ നിങ്ങളുടെ റൂം. ട്രോഫിയിൽ കൂടുതലൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എന്റെ ലക്ഷ്യം ക്യാഷ് ഒന്നും എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു. അല്ല, അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല അല്ലേ? പക്ഷെ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ആരല്ലേ അപ്പുറത്ത് പ്രത്യേകിച്ച് ഞാനുണ്ട്. ചക്കര ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ എന്താ കുഴപ്പം? നമ്മൾ അതിനു വേണ്ടിയല്ലേ വന്നേക്കണേ. സ്നേഹവും കൂട്ടും ഫ്രണ്ട്സ് അതൊക്കെ വേറെ, നമ്മുടെ ഇത് ലക്ഷ്യം അത് തന്നെ. ഫിനാലിൽ ഏറ്റവും നന്നായിട്ട് പാടണ്ടേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. മക്കളെ, ഇതിനകത്ത് ഞാനും ഒരു പാട്ട് പാടിയിട്ടുണ്ട്. കേട്ടുണ്ടോ? ഇല്ല. ചാച്ചിക്കോ ചാച്ചിക്കോ അയ്യോ, എന്റെ ഫേവറേറ്റ്. കൊഞ്ചി കൊഞ്ചി തനിലേ പറന്നുവാ. അങ്ങനെ പാട്ട്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടാ. മനസ്സിലെന്റെ മൈനമോള് ചായുറങ്ങിയോ ചാച്ചിക്കോ ചാച്ചിക്കോ ചാച്ചിക്കോ. കുറെ ഫോർസ് ഒക്കെ വാരി അങ്ങ് വിതറിയിരിക്കുക എന്റെ മേൽ. So today we are giving you 98.5. താങ്ക് യു സർ. ആദ്യ ഒരു കോന്നിയൂർ ഭാസ്പുക്കുറ്റി. താങ്ക് യു സർ. പാവ, അത് അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നു കേട്ടോ. ട്രോഫിയിൽ കുറച്ച് ഞാൻ ചുമ്മാ എന്തേലും പറയണമെന്ന് ഓർത്ത് പറഞ്ഞാടാ. ഓക്കെ.